ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൂവി എക്സ്പ്ലെയിനർ. ഇതിപ്പോൾ 19th ഫ്ലോറിന്റെ 3rd എപ്പിസോഡാണ് കേട്ടോ. ഇതിനു മുമ്പ് 2 എപ്പിസോഡ് കൂടെ ബാക്കിയുണ്ട് കേട്ടോ. അത് കാണാത്തവർക്ക് വേണ്ടി ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. എന്നാൽ പിന്നെ നമ്മൾ കഥയിലോട്ട് പോയാലോ. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ ഹോസ്റ്റലിൽ കണ്ണ് തുറക്കുന്നതായിട്ടല്ലായിരുന്നു കാണിച്ചിരുന്നത്. അപ്പം ഈ എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മുടെ ഹീറോ ആണെങ്കിൽ അവന്റെ സിസ്റ്റത്തിന്റെ മുമ്പിൽ കിടന്നുറങ്ങുകയാണ്. അവൻ എങ്ങനെയാണ് ബിൽഡിങ്ങിൽ വന്നതെന്ന് അറിയാൻ വയ്യ. കാരണം ബാക്കിയുള്ള ആൾക്കാർക്കെല്ലാം ആക്സിഡന്റ് പറ്റി കോമയിൽ പോയിട്ടാണ് അവരെല്ലാം ബിൽഡിങ്ങിന് വന്നിരിക്കുന്നത്. എന്നാൽ നമ്മുടെ ഹീറോ ആണെങ്കിൽ ആക്സിഡന്റ് ഒന്നും പറ്റിയിട്ടില്ല. അവൻ വീട്ടിൽ കിടന്ന് ഉറങ്ങുന്ന സമയത്താണ് ആ ബിൽഡിങ്ങിൽ പോയിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ഹീറോ ആണെങ്കിൽ ഉറക്കത്തിൽ നിന്ന് എണീച്ചിട്ട് തൊട്ട് ഫ്രണ്ടിലുള്ള ക്ലോക്കിൽ നോക്കുകയാണ് കേട്ടോ. അപ്പൊ ആ ക്ലോക്കിലെ സമയം 6 മണിയാണ്. എന്നിട്ട് അവൻ്റെ കയ്യിലാണെങ്കിൽ ഒരു ഡീറ്റെയിൽസ് ഉണ്ട്. അത് നമ്മുടെ ഹീറോയിന്റെ ഒരു ഡീറ്റെയിൽ ആണ് കേട്ടോ. അവളുടെ ഫോട്ടോ ഒട്ടിച്ച് എന്തോ ഒരു ഫോം, മിക്കവാറും കോളേജിന്റെ അഡ്മിഷൻ പേപ്പർ ആയിരിക്കണം. ഇതിനുശേഷം നമ്മുടെ ഹീറോ എങ്ങോട്ടോ എണീറ്റ് പോവുകയാണ് കേട്ടോ, ബാഗൊക്കെ ആയിട്ട്. ഇതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ഹീറോയിനെയാണ് കേട്ടോ. അവളാണെങ്കിൽ ഉറക്കത്തിൽ നിന്ന് എണീക്കുകയാണ്, അതായത് കോമയിൽ നിന്ന് എണീക്കുകയാണ്. അപ്പൊ നോക്കുമ്പോഴാണെങ്കിൽ തൊട്ടടുത്ത് തന്നെ മറ്റേ കൂട്ടുകാരി പെൺകുട്ടിയുണ്ട്. അപ്പൊ ഈ കൂട്ടുകാരി പെൺകുട്ടി ഉറക്കത്തിൽ നിന്ന് എണീറ്റിട്ട് നമ്മുടെ ഹീറോയിനോട് പറയുകയാണ്, ഞാൻ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ട് അതിനകത്ത് നമ്മളെല്ലാവരും ഉണ്ടെന്ന് പറയും. പക്ഷെ ഹീറോയിൻ ആണെങ്കിൽ അത് വലിയ അത്ഭുതമായിട്ടൊന്നും എടുക്കുന്നില്ല, അവളോടൊന്നും വലുതായിട്ട് പറയുന്നുമില്ല. ഇതേ നേരം തന്നെ ഈ കൂട്ടുകാരി പെൺകുട്ടിയുടെ തലേന്ന് ബ്ലീഡിങ് ആവുകയാണ്, രക്തം വരുവാണ്. അങ്ങനെ ഈ ഹീറോയിൻ ആണെങ്കിൽ ഡോക്ടറിനെ വിളിച്ച് പറയാണ്, ഇത് കണക്ക് കൂട്ടുകാരി പെൺകുട്ടിയുടെ തലേന്ന് ബ്ലഡ് വരുന്നുണ്ട്, എന്തെങ്കിലും ചെയ്യണമെന്ന് പറയും. അങ്ങനെ നമ്മുടെ ഹീറോയാണ് കേട്ടോ കാണിക്കുന്നത്. ഹീറോ ഉറക്കത്തിൽ നിന്ന് എണീറ്റിട്ട് നേരെ വന്നേക്കുന്നത് ഹോസ്പിറ്റലിലോട്ടാണ്. അപ്പൊ നോക്കുന്ന സമയത്ത് പുള്ളിക്കാരനാണെങ്കിൽ റിസപ്ഷനിൽ പോയിട്ട് നമ്മുടെ ഹീറോയിന്റെ പേര് പറഞ്ഞിട്ട് ഈ പെൺകുട്ടി എവിടാന്ന് ചോദിക്കും. അങ്ങനെ ആ റൂം തപ്പിയാണ് നമ്മുടെ ഹീറോ വരുന്നത് കേട്ടോ. അങ്ങനെ ആ റൂമിൽ വന്ന് നോക്കുന്ന സമയത്ത് അവിടെ ഹീറോയിനെ ഒന്നും കാണുന്നില്ല. അവരെവിടെ പോയെന്ന് അറിയാൻ വയ്യ കേട്ടോ. അങ്ങനെ ഹീറോ ആണെങ്കിൽ ഒന്നും മിണ്ടാതെ ആ റൂമിൽ നിന്ന് ഇറങ്ങി പോവാണ്. ഇതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ഹീറോയിനെയും പിന്നെ കൂട്ടുകാരി പെൺകുട്ടിയാണ് കേട്ടോ. അങ്ങനെ കൂട്ടുകാരിയുടെ തലയിലാണെങ്കിൽ ബ്ലീഡിങ് ആയതുകൊണ്ട് തുണി വെച്ച് കെട്ടിയിരിക്കുകയാണ്, അതായത് ബാൻഡേജ് കെട്ടിയിരിക്കുകയാണ്. എന്നിട്ട് ഡോക്ടർ പറയുന്നുണ്ട്, നിങ്ങൾ രണ്ടുപേരും ഒരു ദിവസത്തേക്കാണ് കോമയിലോട്ട് പോയെന്ന് പറയും. ഇതേസമയം തന്നെ ഹീറോയിൻ ഡോക്ടറിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, അതായത് രണ്ടുപേർക്ക് ഒരു കണക്കത്തെ സ്വപ്നം വരുമെന്ന് ചോദിക്കും. ഇതേ നേരമാണ് കൂട്ടുകാരി പെൺകുട്ടിക്ക് മനസ്സിലായത് അത് സ്വപ്നമല്ല, ഹീറോയിനും അതിന് എന്തോ ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നത്. അപ്പൊ ഡോക്ടർ പറയും, നീ പറയുന്നത് എനിക്ക് മനസ്സിലായില്ല എന്ന് പറയും. ഡോക്ടറിന് എങ്ങനെ അറിയാം ഇത് കണക്ക് എല്ലാവരും സ്വപ്നം കാണുമ്പോൾ ഒരു സ്ഥലത്ത് വരുമെന്ന്? അങ്ങനെ ഹീറോയിൻ പറയും ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് പോവാണ് കേട്ടോ. ഇതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ഹീറോയാണ് കേട്ടോ. ഹീറോ പോകുന്ന സമയത്ത് അതായത് ഏതോ ബാൽക്കണി കൂടാണ് നടന്നു പോകുന്നത്. ഇതേ നേരം തന്നെ കുറച്ച് നേഴ്സ്, അതായത് 2 നേഴ്സ് ആണെങ്കിൽ ഒരു ഡെഡ് ബോഡി കൊണ്ടുപോവാണ്. അങ്ങനെ ഡെഡ് ബോഡി കൊണ്ടുപോകുന്ന സമയത്ത് അവർ സംസാരിക്കുന്നുണ്ട്, ഇത് കണക്ക് ആക്സിഡന്റ് പറ്റി മരിച്ചു പോയതാണ്. ഇതേ നേരം തന്നെ ഹീറോ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് അവന്റെ കയ്യിൽ ഒരു പാടുണ്ട് കേട്ടോ, എന്തോ മുറിവിന്റെ പാടായിരിക്കണം. അങ്ങനെ നമ്മുടെ റൗഡി പയ്യന്മാരെ കാണിക്കുകയാണ് കേട്ടോ. യവന്മാരും ആ ഹോസ്പിറ്റലിലുണ്ട്. അപ്പൊ നോക്കുന്ന സമയത്ത് അവന്മാര് കോമയിൽ പോയിട്ടാണ് എണീറ്റ് വന്നിരിക്കുന്നത്. ഇതേ നേരം തന്നെ ആ അമുൽ പയ്യൻ പറയുന്നുണ്ട്, എടാ ഇതെനിക്ക് സ്വപ്നമായിട്ടൊന്നും തോന്നില്ല, നമ്മൾ രണ്ടുപേരും ഒരു കണക്ക് കണ്ടെന്ന് പറയും. പക്ഷേ ഈ റൗഡി പയ്യനാണെങ്കിൽ അതൊട്ടും വിശ്വസിക്കുന്നില്ല. ഇതേ നേരം തന്നെയാണ് ഈ അമുൽ പയ്യൻ പറയുന്നത് അവരുടെ കൂട്ടുകാരൊക്കെ കാണാനില്ലെന്ന്. അപ്പൊ കൂട്ടുകാരനെ ഫോൺ വിളിച്ച് നോക്കുന്ന സമയത്ത് അവന്റെ ഫോൺ ആണെങ്കിൽ ഔട്ട് ഓഫ് കവറേജ് ആണ് കേട്ടോ. അങ്ങനെ ഈ അമുൽ പയ്യനാണെങ്കിൽ അവനെ തിരക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങി നടക്കുകയാണ്. ഇതേ നേരം തന്നെ ഈ റൗഡി പയ്യനും പിറകെ ചെല്ലുന്നുണ്ട്. അങ്ങനെ ഇവര് തമ്മിൽ അവിടെ വെച്ച് വഴക്കാവുകയാണ്. ഒരുത്തൻ പറയുന്നു അവൻ മരിച്ചു പോയെന്ന്, മറ്റവൻ പറയുന്നു ഇതാരോ നമ്മളെ പ്രാങ്ക് ചെയ്യുന്നതെന്ന്. അങ്ങനെ വഴക്കാവുന്ന സമയത്ത് ദൂരെ നിന്ന് ഒരാൾ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അത് ആരാന്ന് നോക്കുമ്പോഴാണ് നമ്മുടെ ഹീറോയാണ് കേട്ടോ. ഇതൂടെ കണ്ടപ്പം യവന്മാർക്ക് ആകെ കിളി പോയി, കാരണം സ്വപ്നത്തിൽ കണ്ട ഒരാളല്ലേ നേരിട്ട് വന്ന് നിൽക്കുന്നത്. അങ്ങനെ നമ്മുടെ ഹീറോ ആണെങ്കിൽ യവന്മാരുടെ അടുത്ത് ഒന്ന് സംസാരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ഹീറോയിനെയും കൂട്ടുകാരിയും കാണിക്കുകയാണ് കേട്ടോ. അപ്പൊ അവരെന്തൊക്കെയോ സംസാരിച്ചുകൊണ്ട് ഹോസ്പിറ്റലിന്റെ ഹാളിൽ ഇരിക്കുകയാണ്. എന്നിട്ട് ഈ കൂട്ടുകാരി പെൺകുട്ടിക്ക് എന്തെങ്കിലുമൊക്കെ പറ്റിയെന്ന് ആ അമ്മ നോക്കുകയാണ് കേട്ടോ. ഇതേ നേരം തന്നെ ആ അമ്മ ചോദിക്കുന്നുണ്ട്, ഈ ഹീറോയിൻ എന്താ ഒറ്റയ്ക്ക് നിൽക്കുന്നത്, വീട്ടിൽ നിന്ന് ആരും വന്നില്ലേ എന്ന് ചോദിക്കും. ഇതേ നേരം തന്നെ ഹീറോയിൻ പറയും, ഞാൻ സ്കൂളുകാരെ നമ്പർ ചോദിച്ചപ്പോൾ ഞാൻ നമ്പർ കൊടുത്തില്ല, എന്റെ മുത്തശ്ശിയുടെ നമ്പർ കൊടുത്തില്ല എന്ന് പറയും. ഇതേ നേരം തന്നെ ഈ കൂട്ടുകാരി പെൺകുട്ടിയുടെ അമ്മയുണ്ടല്ലോ, അവർ ചോദിക്കുകയാണ് ഹീറോയിന്റെ അച്ഛൻ എന്തിയെ അമ്മ എന്തിയെന്ന്. അപ്പം ഹീറോയിൻ അതിന് ഉത്തരം പറയുന്നില്ല കേട്ടോ. അവളുടെ മുഖത്ത് എന്തോ വിഷമമുണ്ട് കേട്ടോ. ഇതേ നേരം തന്നെ ആ അമ്മ പറയുകയാണ് ആക്സിഡന്റ് ആയ പയ്യന്മാരും ഇവിടെ തന്നെ ഉണ്ടെന്ന്, അതായത് കാർ ആക്സിഡന്റ് ആയ പയ്യന്മാർ. ഇത് കേട്ടപ്പോൾ ഹീറോയിൻ എന്തോ കത്തിയിട്ട് അവളാണെങ്കിൽ പെട്ടെന്ന് അതുവഴി ഇറങ്ങി പോവുകയാണ് കേട്ടോ. അങ്ങനെ ഓടി ചെല്ലുന്നതാണെങ്കിൽ എല്ലാ റൂമിലും ചെന്ന് നോക്കുകയാണ്, അവന്മാരവിടെ ഉണ്ടോ, ഏതെങ്കിലും റൂമിലുണ്ടോ എന്ന് ചെന്ന് നോക്കുകയാണ്. അങ്ങനെ നോക്കി പോകുന്ന സമയത്ത് മറ്റേ അങ്കിളിനെ കാണുകയാണ് കേട്ടോ. അങ്കിൾ അവിടെ നിൽക്കുകയാണ്. അപ്പം അങ്കിളിന്റെ അടുത്ത് നിന്നിട്ട് സംസാരിക്കുകയാണ്. അപ്പം അങ്കിളിനോട് ചോദിക്കും, നിങ്ങൾക്ക് എന്നെ പരിചയമുണ്ടോ, നിങ്ങൾ എന്നെ വേറെ എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കും. ഇതേ നേരം തന്നെ അങ്കിൾ പറയും, ഞാൻ കണ്ടിട്ടില്ല, എനിക്ക് നിന്നെ അറിയത്തില്ല എന്ന് പറയും. അത് മാത്രമല്ല ഞാൻ നിന്നെ ബസ്സിൽ വെച്ചേ കണ്ടുള്ളൂ, വേറെ അങ്ങും വെച്ച് കണ്ടില്ല എന്ന് പറയും. അപ്പം അങ്കിളിന് ഓർമ്മയില്ല കേട്ടോ ഇതൊന്നും. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഈ അങ്കിൾ നടന്നു പോകുന്ന സമയത്ത് ഈ ഹീറോയിൻ ആണെങ്കിൽ ഒരു ഫ്ലാഷ് ബാക്ക് ഓർക്കാണ്. അതായത് കഴിഞ്ഞ എപ്പിസോഡിൽ മോൺസ്റ്റർ ഉപദ്രവിക്കാൻ വരുന്ന സമയത്ത് ഈ അങ്കിളിന്റെ കാലിലാണെങ്കിൽ
ആണെങ്കിൽ ഒരു ഷെൽഫ് മറിഞ്ഞു വീണായിരുന്നു കേട്ടോ. അങ്ങനെ ഈ അങ്കിളിന്റെ കാലിന് ഒരു ഡാമേജ് പറ്റിയായിരുന്നു. അപ്പം ഇങ്ങനെ ഉന്തിയാണ് നടക്കുന്നത്. എന്നുകൊണ്ടല്ലേ റിയൽ വേൾഡിന് അങ്കിളിന്റെ കാലിന് ഒരു കുഴപ്പമില്ല. ഇതിനുശേഷം കാണിക്കുന്നത് റൗഡി പയ്യന്മാരും പിന്നെ നമ്മുടെ ഹീറോയും ഹോസ്പിറ്റലിന്റെ പുറത്ത് നിന്ന് സംസാരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഈ റൗഡി പയ്യന്മാര് വിചാരിച്ചിരിക്കുന്നത് ഇതെന്തോ പ്രാങ്കാണ്, അവരുടെ കൂട്ടുകാരനില്ലേ അവൻ അവരെ പറ്റിക്കാൻ വേണ്ടി ചെയ്യുന്നതാന്ന് വിചാരിക്കും. ഇതേ നേരം തന്നെ ഹീറോ പറയുന്നുണ്ട് അവൻ പറ്റിക്കാൻ വേണ്ടി ചെയ്യുന്നതെന്നല്ല, അവൻ മോർച്ചറിയിലുണ്ടെന്ന് പറയും. അങ്ങനെ ഇത് കേട്ടിട്ട് യവന്മാരാണെങ്കിൽ ഒരുമാതിരി ആവുകയാണ്. അങ്ങനെ ഈ യവന്മാരെയും കൊണ്ട് മോർച്ചറിയിലോട്ട് പോവാണ് ഹീറോയും അമൂൽ പയ്യനും റൗഡി പയ്യനും കൂടെ. അങ്ങനെ മോർച്ചറിയിൽ പോകുന്ന സമയത്ത് അവിടുത്തെ സെക്യൂരിറ്റി അവരെ തൂക്കുകയാണ്. എന്നിട്ട് മോർച്ചറിയിൽ കയറാൻ പറ്റത്തില്ല എന്ന് പറയും. അതിനുശേഷം കാണിക്കുന്നത് യവന്മാര് 3 പേര് ഡോക്ടറിന്റെ റൂമിൽ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് കൂട്ടുകാരൻ പയ്യനാണെങ്കിൽ നേരത്തെ ഡിസ്ചാർജ് ആയി പോയെന്ന് പറയും. പിന്നെ ഫോൺ വിളിച്ചിട്ടെടുക്കാത്ത എന്താണെന്ന് അറിയില്ല എന്ന് പറയും കേട്ടോ. എന്നിട്ട് ഡോക്ടർ പറയും ഇനി മോർച്ചറി റൂമിലോട്ടൊന്നും കയറി പോവല്ലേ, അത് ശരിയല്ല, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി എന്ന് പറയും. അങ്ങനെ പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഹീറോയിനെയാണ് കേട്ടോ. ഹീറോയിനാണെങ്കിൽ ഒന്ന് ഉറങ്ങി എണീക്കുന്ന സമയമാണെങ്കിൽ ഈ കൂട്ടുകാരി പെൺകുട്ടീനെ കാണാനില്ല കേട്ടോ. അങ്ങനെ ഈ ഹീറോയിൻ ആണെങ്കിൽ ഹോസ്റ്റലിൽ മൊത്തം തിരക്കി നടക്കുകയാണ്. എന്നിട്ട് അവസാനമാണെങ്കിൽ ഫോൺ എടുത്ത് വിളിക്കുന്ന നേരം ഈ കൂട്ടുകാരി പെൺകുട്ടിയുടെ ഫോൺ ആണെങ്കിൽ സ്വിച്ച്ഡ് ഓഫ് ആണ്. അത് മാത്രമല്ല പിന്നെ അവളാണെങ്കിൽ അവൾക്ക് മെസ്സേജ് അയക്കുകയാണ്, അതിന് റിപ്ലൈ ഇല്ല കേട്ടോ. അങ്ങനെ തിരക്കി നടക്കുന്ന സമയത്ത് ഈ കൂട്ടുകാരി പെൺകുട്ടീനെ കിട്ടുകയാണ്. നോക്കുന്ന സമയത്ത് അവളാണെങ്കിൽ CT സ്കാൻ എടുക്കാൻ പോയതാണ് തലയ്ക്ക് വേണ്ടിയിട്ട്. നേരത്തെ ചോര വന്നില്ലായിരുന്നു തലേന്ന്, അതിന് വേണ്ടിയിട്ട്. നോക്കുമ്പോഴാണെങ്കിൽ അവിടെ ഒരു ഡോക്ടർ ഉണ്ട് കേട്ടോ. ആ ഡോക്ടർ ആണെങ്കിൽ എന്തോ ഒരു പന്തികേടുണ്ട് ആ ഡോക്ടറിനെ കണ്ടിട്ട്. അപ്പം ഈ ഹീറോയിൻ ആണെങ്കിൽ ഈ കൂട്ടുകാരി പെൺകുട്ടീനെയും വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോവാണ്. ഇതേ നേരം തന്നെ ഈ ഡോക്ടർ ആണെങ്കിൽ ആർക്കോ മെസ്സേജ് അയക്കുകയാണ്. അതായത് ഈ ഹീറോയിൻ ഉണ്ടല്ലേ അവളാണെങ്കിൽ വലിയ മൈൻഡ് ഇല്ലാത്ത സ്വഭാവമാണെന്ന് പറഞ്ഞിട്ട് ആർക്കോ മെസ്സേജ് അയക്കുകയാണ്. ഈ ഡോക്ടറിന് എന്തോ ഒരു പന്തികേടുണ്ട് കേട്ടോ. ഇതിനുശേഷം രാത്രിയാവുകയാണ് കേട്ടോ. അങ്ങനെ രാത്രിയാവുന്ന സമയത്ത് നമ്മുടെ റൗഡി പയ്യനും അമൂൽ പയ്യനും ആണെങ്കിൽ ആൽക്കഹോൾ കൺസ്യൂം ചെയ്യാണ്. അതായത് അവിടെ ഇരുന്ന് കുടിക്കുകയാണ്. എന്നിട്ട് ഇതേ നേരം തന്നെ ഒരു നേഴ്സ് വന്നിട്ട് പറയാണ് ഇവിടെ കുടിക്കാനൊന്നും പറ്റത്തില്ല, ഹോസ്പിറ്റലിൽ ആൽക്കഹോൾ അലൗഡ് അല്ലെന്ന് പറയും. എന്നിട്ട് ആ നേഴ്സ് അവിടെ നിന്ന് പോവാണ് കേട്ടോ. ഇതേ നേരം തന്നെ യവന്മാർ ഇതിനെപ്പറ്റി സംസാരിക്കുകയാണ്. എന്നാലും അത് എങ്ങനെ ആയിരിക്കും എന്ന് ചോദിക്കും. ഇത് പ്രാങ്ക് ആണോ അതോ റിയാലിറ്റി ആണോ ഒന്നും അറിയാൻ വയ്യെന്ന് പറയും. ഇതേ നേരം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഈ കട്ടിലിന്റെ അടിയിൽ നിന്ന് ഈ റൗഡി പയ്യനാണെങ്കിൽ ആ കൂട്ടുകാരൻ പയ്യന്റെ ഫോൺ കിട്ടുകയാണ്. അപ്പം ഡിസ്ചാർജ് ആയി പോകുമ്പോൾ എന്തായാലും ഫോൺ കൊണ്ടുപോകണ്ടേ, പിന്നെ എങ്ങനെയാണ് ഈ കട്ടിലിന്റെ അടിയിൽ നിന്ന് ആ കൂട്ടുകാരൻ പയ്യന്റെ ഫോൺ കിട്ടുന്നത്? ആ ഫോൺ കൊണ്ടുപോയിട്ടില്ല കേട്ടോ. ഇതേ നേരം തന്നെ നമ്മുടെ അമൂൽ പയ്യനാണെങ്കിൽ പെട്ടെന്ന് ബോധം കെട്ടിട്ട് കട്ടിലങ്ങ് വീഴുകയാണ് കേട്ടോ. അപ്പം ഇതൊന്നും അറിയാതെ ഈ റൗഡി പയ്യനാണെങ്കിൽ അവന്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നോക്കുമ്പോഴാണെങ്കിൽ അവൻ കിടന്ന് നല്ല ഉറക്കമായി. അങ്ങനെ ബെഡ്ഷീറ്റ് മൂടി കൊടുക്കുന്ന സമയം നമ്മുടെ റൗഡി പയ്യനാണെങ്കിൽ ഒട്ടും വയ്യ, ഭയങ്കര ക്ഷീണമൊക്കെ തോന്നുന്നു കേട്ടോ. അങ്ങനെ പെട്ടെന്ന് തളർന്ന് അവൻ ബെഡിൽ വന്ന് കിടക്കുകയാണ് കേട്ടോ. അങ്ങനെ കിടക്കുന്ന സമയത്ത് അവൻ പെട്ടെന്ന് തന്നെ മയങ്ങി പോവാണ്. ഇതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ഹീറോയാണ് കേട്ടോ. ഹീറോയും ആരോടത്തും മെസ്സേജ് അയക്കുകയാണ്. അതായത് നമ്മുടെ ഇപ്പോഴത്തെ ടെക്നോളജി വെച്ചിട്ട് കുറെ ആൾക്കാരെ ഒരു ഡൈമെൻഷനിൽ കൊണ്ടുവരാൻ പറ്റുമോ, ഒരേപോലെ സ്വപ്നം കാണിക്കാൻ പറ്റുമോ എന്നൊക്കെ ആരോടത്തും മെസ്സേജ് അയക്കുകയാണ് കേട്ടോ. അപ്പൊ അങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്ന സമയം നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ നല്ല ക്ഷീണം അനുഭവപ്പെടുകയാണ്. ഇതേ നേരം തന്നെയാണ് അവൻ മയങ്ങി ഡെസ്കിൽ വീഴുന്നത് കേട്ടോ. എന്നിട്ട് കിടന്നുറങ്ങുകയാണ്. അങ്ങനെ അടുത്ത സീനിൽ കാണിക്കുന്നത് ഇവരെല്ലാരും വീണ്ടും ആ ബിൽഡിങ്ങിൽ വന്നേക്കുകയാണ്. അപ്പം ആരൊക്കെയാ വന്നേക്കുന്നതെന്ന് നോക്കുന്ന സമയത്ത് നമ്മുടെ ഹീറോ, ഹീറോയിൻ, കൂട്ടുകാരി പെൺകുട്ടി, റൗഡി പയ്യൻ, അമൂൽ പയ്യൻ, പിന്നെ അങ്കിളും ഉണ്ട്. അപ്പൊ നോക്കുന്ന സമയത്ത് ഈ അങ്കിളിന്റെ കാലിനുണ്ടല്ലോ വീണ്ടും പ്രശ്നം വന്നേക്കുകയാണ്. അതായത് റിയൽ വേൾഡിന് അങ്കിളിന്റെ കാലിന് കുഴപ്പമില്ല, എന്നാലുണ്ടല്ലോ ഫിക്ഷണൽ വേൾഡിലാണെങ്കിൽ പുള്ളിക്കാരന്റെ കാലാണെങ്കിൽ ഡെസ്ക് വീണിട്ട് വയ്യാതായില്ലേ. അപ്പം ആ വേൾഡിൽ പുള്ളിക്കാരന്റെ കാലിന് എന്തോ പ്രശ്നമുണ്ട്, നടക്കാൻ പറ്റുന്നില്ല. ഇതേ നേരം തന്നെ അവിടെ കുറെ തൂണ്, അതായത് എന്തോ ഒരു സാധനം ഇങ്ങനെ പൊങ്ങി വരികയാണ്. അപ്പം അവിടുത്തെ സ്പീക്കറിൽ അനൗൺസ് ചെയ്യുന്നുണ്ട് അതിൽ നിന്ന് എല്ലാവരും ഓരോ സാധനങ്ങൾ വെച്ചെടുക്കാൻ. അപ്പൊ അതെന്ത് സാധനമാണെന്ന് നോക്കുമ്പോഴാണ് അതൊരു ഐഡന്റിറ്റി ടാഗ് ആണ് കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഓരോ ക്യാരക്ടർ നെയിം കിട്ടുകയാണ്. അപ്പം ഇതെന്തോ ഗെയിം പോലത്തെ സംഭവം തോന്നുന്നു, കാരണം ഓരോരുത്തർക്കും ഓരോ ക്യാരക്ടറൊക്കെ ഇല്ലേ. അങ്ങനെ ഐഡന്റിറ്റി ടാഗ് എടുക്കുന്ന സമയത്ത് എല്ലാവരും ഓരോരുത്തരുടെ ക്യാരക്ടർ നെയിം പറയണം കേട്ടോ. പക്ഷേ ഈ അമൂൽ പയ്യനും റൗഡി പയ്യനും പറയുന്നില്ല. അവന്മാരാണെങ്കിൽ നല്ല സെൽഫിഷ് ആവുകയാണ്. ഇതേ നേരം തന്നെ അവിടുത്തെ സ്പീക്കറിൽ അനൗൺസ് ചെയ്യാണ് ഇപ്പൊ അടുത്ത ടാസ്ക് വരുമെന്ന്. ഇതേ സമയം തന്നെ ഒരു സ്ക്രീൻ ആണെങ്കിൽ അവരുടെ തൊട്ട് ഫ്രണ്ടിൽ പൊങ്ങി വരികയാണ്. അപ്പൊ അതെന്ത് സ്ക്രീനാന്ന് നോക്കുന്ന സമയത്ത് അതിനകത്ത് എന്തോ ഒരു മൃഗം ഉണ്ട് കേട്ടോ. ആ മൃഗമാണെങ്കിൽ പെട്ടെന്ന് ആ സ്ക്രീനിൽ നിന്ന് പുറത്തിറങ്ങി വരികയാണ്. ഇത് കണ്ടിട്ട് ഇവരെല്ലാരും പേടിച്ച് ഞെട്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പം ആ മൃഗം എന്തോന്ന് വെച്ചാൽ ഒരു സിംഹത്തിന്റെയൊക്കെ സ്വഭാവം ഉണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ദേഹം ചൊറിയുന്നു, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിക്കളിക്കുകയാണ്. അതൊരു സിംഹത്തിന്റെ സ്വഭാവമാണ് കേട്ടോ. ഇതേ നേരം തന്നെ സ്പീക്കറിനകത്തൊരു പാട്ട് പ്ലേ ആവുകയാണ്. എന്നിട്ട് ഒരു ക്യാരക്ടറിന്റെ പേരും പറയും. അപ്പൊ നോക്കുമ്പോഴാണെങ്കിൽ ആ ക്യാരക്ടറിന്റെ ഐഡന്റിറ്റി ഉള്ളത് നമ്മളെ റൗഡി പയ്യനാണ് കേട്ടോ. ഇതേ നേരം തന്നെ ഈ റൗഡി പയ്യനും എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും പതറി ഓടുകയാണ്. അപ്പം നോക്കുന്ന സമയത്ത് മൃഗം ഉണ്ടല്ലോ, അതായത് ഈ മോൺസ്റ്റർ മൃഗം, ഇതാണെങ്കിൽ ഈ റൗഡി പയ്യനെ മാത്രമേ ഓട്ടിക്കുന്നുള്ളൂ, ബാക്കി
ആരെയും അതൊന്നും ചെയ്യുന്നില്ല. അങ്ങനെ ഈ റൗഡി പയ്യനാണെങ്കിൽ അവിടെ കിടന്ന് ഓടി 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 തളരുകയാണ്. ഇതേ നേരം തന്നെ ഈ റൗഡി പയ്യനാണെങ്കിൽ ആ ഐഡന്റിറ്റി ഉണ്ടല്ലോ കാർഡ്, അതെടുത്ത് ദൂരോട്ട് എറിയുന്ന സമയം അത് തറയിൽ പോയി വീഴും. എന്നിട്ട് വീണ്ടും അത് കഴുത്തിൽ വരും, വീണ്ടും എറിയും, അത് വീണ്ടും കഴുത്തിൽ വരും. സത്യം പറഞ്ഞാൽ ആ ഐഡന്റിറ്റി കാർഡ് എടുത്ത് കളയാൻ പറ്റത്തില്ല കേട്ടോ, വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാം. ഇതേ നേരം തന്നെ ഈ റൗഡി പയ്യനാണെങ്കിൽ ഓടി തളർന്നിട്ട് ഈ ഐഡന്റിറ്റി കാർഡ് ഉണ്ടല്ലോ അതെടുത്തിട്ട് നമ്മുടെ അമൂൽ പയ്യന് കൊടുക്കുകയാണ്. ഇതേ നേരം തന്നെ ഈ മൃഗമാണെങ്കിൽ റൗഡി പയ്യനെ ഓട്ടിക്കാതെ ഈ അമൂൽ പയ്യനെ ഓട്ടിക്കുകയാണ്. അങ്ങനെ അമൂൽ പയ്യനും ഓടി ഓടി തളരുകയാണ്. ഇതേ നേരം തന്നെ ഈ റൗഡി പയ്യനാണെങ്കിൽ ഓടി വരികയാണ് ഈ ഹീറോയുടെയും കൂട്ടരുടെ അടുത്തോട്ട്. എന്നിട്ട് പറയാണ് എന്നെ ഒന്ന് സഹായിക്കണമെന്ന് പറഞ്ഞിട്ട് കൈ കൂപ്പുകയാണ്. ഇതേ നേരം തന്നെ ആ പെൺകുട്ടി പറയാണ് ഞങ്ങൾ നിന്നെ സഹായിക്കത്തില്ല, നീ എന്റെ കഴുത്തിൽ കത്തി വെച്ചിട്ട് കൊല്ലാൻ നോക്കിയാനോന്ന് പറയും. അപ്പം ഇത് കണ്ടിട്ടാണെങ്കിൽ ഹീറോയ്ക്ക് നല്ല പാവം തോന്നും കേട്ടോ. ഇതേ നേരം തന്നെ അവിടുത്തെ സ്പീക്കറിലെ സൗണ്ട് മാറുകയാണ്, പാട്ടും മാറി ക്യാരക്ടർ മാറി. നോക്കുന്ന സമയത്ത് നേരത്തെ ക്യാരക്ടർ ആ അമൂൽ പയ്യനല്ലായിരുന്നു. ഇതേ നേരം തന്നെ പിന്നെ അടുത്ത ക്യാരക്ടർ കിട്ടിയിരിക്കുന്ന ഈ റൗഡി പയ്യനാണ്, വീണ്ടും ആ ക്യാരക്ടർ തന്നെ കിട്ടിയിരിക്കുകയാണ്. അപ്പം ഓടേണ്ടത് ഇനി റൗഡി പയ്യനാണ് കേട്ടോ. ഇതേ നേരം തന്നെ ഹീറോയുടെ അടുത്ത് ഒന്ന് സഹായിക്കണമെന്ന് പറയാണ്. അപ്പം ഹീറോ ആണെങ്കിൽ അവൻ്റെ അടുത്ത് പറയാണ് ഞാൻ നിന്നെ സഹായിക്കാം, പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ടെന്ന് പറയും. അങ്ങനെ എന്താ കണ്ടീഷൻ എന്ന് നോക്കുന്ന സമയത്ത് ഈ മൃഗമാണെങ്കിൽ തൊട്ടടുത്ത് വരുവാണ് കേട്ടോ. എന്നാലും ഈ ഹീറോ പറയാണ് ഇനി സെൽഫിഷ് ആയിട്ട് കളിക്കാൻ പറ്റത്തില്ല, എല്ലാവരും ഒരുമിച്ച് ഗ്രൂപ്പായിട്ട് കളിക്കണമെന്ന് പറയും. ഇതേ നേരം തന്നെ ഈ റൗഡി പയ്യൻ പറയാണ് നിങ്ങൾ പറയുന്നത് ഇനി എന്ത് വേണമെങ്കിലും കേട്ടോളാം എന്ന് പറഞ്ഞിട്ട് സത്യം ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇതേ നേരം തന്നെ ഈ ഹീറോ ആണെങ്കിൽ റൗഡി പയ്യന്റെ ഐഡന്റിറ്റി കാർഡ് എടുത്തുകൊണ്ട് ഓടുകയാണ്. അപ്പൊ എന്താ പറയാ, ഈ മൃഗമാണെങ്കിൽ നമ്മുടെ ഹീറോയെ പിടിക്കാൻ വരത്തുള്ളൂ. അങ്ങനെ എന്താ ഈ ഹീറോയെ അവിടെ എല്ലാം ഇട്ട് ഓട്ടിക്കുകയാണ്. ഇതേ നേരം തന്നെ നമ്മുടെ ഹീറോയിൻ ഉണ്ടല്ലോ ആ വാതിലിന്റെ കീഴിൽ അങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ എന്തുവാന്ന് അറിയാൻ വയ്യ കേട്ടോ. എന്നാലുണ്ടല്ലോ ഈ മൃഗം ഓടുന്ന സമയത്ത് എല്ലാം അടിച്ച് പൊളിച്ചിട്ടൊക്കെയാ, ഭിത്തിയൊക്കെ അടിച്ച് പൊളിച്ചിട്ടാ ഇത് ഓടുന്നത് കേട്ടോ. ഇതേ നേരം തന്നെ ഹീറോയിന് ഒരു ഐഡിയ തോന്നിയിട്ട് ടാഗ് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യാൻ പറയാണ്. ഇതേ നേരം തന്നെ നമ്മുടെ ഹീറോ ആണെങ്കിൽ ടാഗ് എടുത്ത് അങ്ങോട്ട് എറിയും, ഹീറോയിൻ ആണെങ്കിൽ ടാഗ് എടുത്ത് ഇങ്ങോട്ട് എറിയും. അങ്ങനെ എന്താ പറയാ രണ്ടുപേരുടെ ടാഗ് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ആയി കേട്ടോ. ഇതേ നേരം തന്നെ ആ മൃഗം ഉണ്ടല്ലോ നമ്മുടെ ഹീറോയിനെ പിടിക്കാനായിട്ട് ചെല്ലുകയാണ്. അങ്ങനെ ഈ മൃഗമാണെങ്കിൽ ചാടി നമ്മുടെ ഹീറോയിന്റെ തൊട്ട് മണ്ടയിൽ നിൽക്കുകയാണ് കേട്ടോ. അപ്പൊ എന്താ പറ്റാന്ന് നോക്കുന്ന സമയത്ത് ഈ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് കേട്ടോ. ഇനി അടുത്ത എപ്പിസോഡിൽ എന്തോന്ന് അറിയാൻ പറ്റത്തുള്ളൂ. എന്നാ പിന്നെ അടുത്ത എപ്പിസോഡിൽ കാണുന്നതും വരെ ഓക്കെ ബൈ. പിന്നെ ഉണ്ടല്ലോ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഞാൻ അടിപൊളി സിനിമയും സീരീസ് ഒക്കെ ആയിട്ട് വരാം കേട്ടോ.